ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് ഞാനൊരു രസകരമായിട്ടുള്ളൊരു താറാവ് പിടുത്തം കണ്ടു. അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം താറാവിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, താറാവിനെ പിടിക്കാനായിട്ടുള്ളൊരു ബൗണ്ടറി കെട്ടിയിട്ട് ആ ബൗണ്ടറിനകത്ത് താറാവിനിടും. എന്നിട്ട് ഇതിന് തയ്യാറായ യുവാക്കൾ കണ്ണ് കെട്ടിയിട്ട് ആണ് ഈ താറാവിനെ പിടിക്കുന്നത്. അപ്പം ഇതിന് ഒരു 5-8 യുവാക്കൾ രംഗത്തേക്ക് വന്നു. ഏതായാലും ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണത്. കാരണം താറാവിനെ പിടിക്കുന്നതും താറാവിനെ കിട്ടാതെ വരുന്ന സമയത്ത് മറ്റുള്ളവരെ പിടിക്കുന്നതും, ഇവർക്കാണെങ്കിൽ താറാവ് അടുത്തേക്ക് വരുന്ന ഒരു പേടിയും അതുമുണ്ട്. അതിനിടയിൽ ഓരോരോ രംഗങ്ങൾ ഇതിൽ രസകരമായിട്ടുള്ളുണ്ട്. അതാണ് ഏറ്റവും ഇതിൽ ഹൈലൈറ്റായിട്ട് കാണുന്നത്. അപ്പം ഇപ്പം തുടങ്ങുന്നതാണ്. സംഘാടകർ എല്ലാവരുടെ കണ്ണും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പേപ്പർ വെച്ചിട്ടൊക്കെയാണ് തുണി കൊണ്ട് കണ്ണ് കെട്ടുന്നത്. ഇപ്പം വിസിൽ പോകും. ആ വിസിലിട്ട് കഴിഞ്ഞാൽ റെഡിയാകുക എന്നുള്ളതാണ്. വിസിലനാഥം വഴങ്ങി. ഇനി നല്ല ഒരു രസകരമായ ഒരു രംഗങ്ങളാണ്. ചിരിച്ച് മണ്ണ് തപ്പിയിട്ടുണ്ട്. ഇവർക്ക് തന്നെ താറാവ് അടുത്തേക്ക് വരുന്നത് ഒരു പേടിയുണ്ട്. ഇതിൽ അതെന്താ ഇത് കണ്ടി കാണികൾ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അതാണ് ഇതിൻ്റെ രസം. ഇവർക്കറിയില്ലല്ലോ താറാവ് ഇതിനുണ്ടോ ഇല്ലയൊന്നും ഇവർക്കറിയില്ല. ഇനി അത് നേരം കിട്ടിട്ട് ഇത് വല്ലാത്തൊരു ദിവസം തന്നെയാണ്. കാണികൾ പിന്നും പിടിച്ചിട്ട് ഇവരിവിടെ പുറത്തപ്പെട്ട് തപ്പലാണ്. ഇവർക്കറിയില്ലല്ലോ താറാവ് ഇതിനകത്തുണ്ടോ ഇല്ലയെന്നൊന്നും. ഇത് കാണികളുടെ കയ്യിലാണ്. കാണികൾ ഇതെന്താ വെച്ചാൽ ഒരു ഹരം പകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിടിച്ച് കണ്ടോ. താറാവിന് കെട്ടാത്തതുകൊണ്ട് ഇത് സംഭവം ഇതിപ്പോൾ ആരെങ്കിലും ഒരാളിത് നിഷ്പ്രയാസമായിട്ട് ഇതിനെ പിടിക്കുകയും ചെയ്യും. അതങ്ങനെ ഉണ്ടാകും ലാസ്റ്റ്. പക്ഷെ എന്നാലും ഇതൊരു രസമായിട്ടുള്ളൊരു കണ്ടോ. ഇവർക്കിത് അടുത്തേക്ക് വരുന്നത് അതിലേറെ പേടിയുണ്ട്. സമയം കാര്യമൊന്നുമില്ല. ഏതായാലും ഇത് ഒന്ന് ഇതിലേക്ക് താറാവിനിട്ട് കഴിഞ്ഞാൽ, കണ്ണ് കെട്ടി കഴിഞ്ഞാൽ ഈ 5-6 ആൾക്കാർ വന്നിട്ട് ഇതിനെ ആരാണോ പിടിക്കുന്നത് വെച്ചാൽ അവർക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടാവും. ഇതൊരു സംഭവം തന്നെയാണ് കണ്ടത്. അതാ ഓൻ പിടിച്ച് അതാ അവൻ്റെ കയ്യിലെത്തി. അത് അടിപൊളിയായിട്ട്. അതിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ആ ചെറുപ്പക്കാരൻ ആ താറാവിനെ പിടിച്ചു. അതോടുകൂടി ആ മത്സരം കഴിഞ്ഞു.